അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം മൊത്തത്തിൽ ആരോഗ്യത്തെപ്പറ്റിയാണ്. ഈ നമ്മുടെ ക്ലാസ്സുകളിൽ 98% ചർച്ച ചെയ്യുന്നത് ആരോഗ്യത്തെപ്പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആരോഗ്യത്തെപ്പറ്റി എന്ത് പറഞ്ഞു? നാം കഴിക്കേണ്ട ഫുഡുകളെപ്പറ്റി അള്ളാഹു എന്ത് പറഞ്ഞു? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മോട് കൽപ്പിച്ചു എന്നുള്ള വിഷയമാണ് ഇത്ര കാലമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതായത് ഉറുദുവിലും മലയാളത്തിലുള്ള ക്ലാസ്സുകളിൽ അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ മൊത്തത്തിൽ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് ചേർത്തിട്ട് അങ്ങനെ ആണ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ ആരോഗ്യം എന്നുള്ളത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യം ഇല്ലാത്തവർക്ക് മനസ്സിലാകും ആരോഗ്യത്തിൻ്റെ വില എന്താണ് എന്ന്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നിങ്ങളുടെ ഫുഡുകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അത് എത്ര കഴിക്കണമെന്നും അത് ഏത് തരത്തിലുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണമെന്നും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങൾ മുമ്പും നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും വളരെ കൃത്യമായിട്ടാണ് അന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. ഇന്ന് മൊത്തത്തിലാണ്. ഈ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി, അത് എത്ര, അതിൻ്റെ അളവ് സൂക്ഷിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, അത് ഏത് തരത്തിലുള്ള ഫുഡുകൾ കഴിക്കണമെന്ന് ചിന്തിച്ച് കഴിക്കാത്തത് കൊണ്ടാണ് രോഗങ്ങൾ കുന്നുകൂടുന്നത്. ഈ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ശ്രദ്ധിച്ചാൽ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല ത്വയ്യിബാത്ത് എന്നുള്ള പദത്തെ ഫുഡിൻ്റെ കൂടെ 18 സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുഫസ്സിരിങ്ങൾ പറഞ്ഞ അർത്ഥങ്ങൾ അതിൻ്റേത്, അതായത് ത്വയ്യിബാത്ത് എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായ, അതായത് രോഗങ്ങൾ ഉണ്ടാക്കാത്ത ഫുഡാണ് എന്നാണ്. നാം ഇന്ന് കഴിക്കുന്നത് പലതും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡുകളാണ്. പക്ഷെ കഴിക്കുമ്പോഴേക്ക് അതൊന്നും ശ്രദ്ധിക്കൂല. രുചിക്കനുസരിച്ചിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതായത് ഇവിടെ നാം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത് ഇവിടെ ജീവിക്കാൻ വേണ്ടി തിന്നണം, ഭക്ഷണം കഴിക്കണം എന്നാണ്. എന്നല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെയുള്ള പഴയ കാലത്തുള്ള ഈ ഡോക്ടർ ചരകൻ എന്ന് അറിയപ്പെടുന്ന ലോകപ്രശസ്തനായ ഡോക്ടർ, അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ജീവിക്കാൻ വേണ്ടി കഴിക്കണം, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ നാം രുചിക്കനുസരിച്ചിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. പല ജാതി വെറൈറ്റീസ് ഫുഡുകളും അതിന് എന്തൊക്കെയോ കെമിക്കലുകൾ ചേർത്ത് അതിന് രുചിയുണ്ടാക്കുക, എന്നിട്ട് കഴിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 2 കാര്യത്തെ സൂക്ഷിക്കുന്നവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും എന്ന്. അതായത് അവൻ്റെ നാവ്, മറ്റൊന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ കേൾക്കുന്നതാണ്, എല്ലില്ലാത്ത 2 സാധനം. അപ്പം നാം നാവിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഈ നാവ്, നാം പലതും ഗീബത്ത്, നമീമത്ത്, ഫസാദ് പലതും പറയുന്നു.
എന്ന് മാത്രമല്ല, അത് മാത്രമല്ല അതിൻ്റെ അർത്ഥം, ഈ രുചികളൊക്കെ നമുക്ക് അതിൻ്റെ സെൻസേഷൻ അത് അനുഭവപ്പെടുന്നത് ഈ നാവിലൂടെയാണ്. അപ്പോൾ ഈ രുചിക്കനുസരിച്ച് തിന്നുന്ന, അപ്പോൾ അങ്ങനെ തിന്നരുത് എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. രുചിക്കനുസരിച്ച് തിന്നലും അതും കൂടി അതിൻ്റെ അർത്ഥമാണ്, അങ്ങനെ തിന്നരുത് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നാം ഇതൊന്നും സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് പലജാതി രോഗങ്ങൾ വരുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഈ ലൈഫ് സ്റ്റൈലിനെ, ജീവിത രീതിയെ നാം സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ വരുന്നത്. നാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അതേപോലെ തന്നെ സഹാബാക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ അവർ എങ്ങനെയായിരുന്നു ഇവിടെ ജീവിച്ചത്, അവർ എങ്ങനെ ആയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, അവർ കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു, ക്വാണ്ടിറ്റി എന്തായിരുന്നു എന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ അതിനെപ്പറ്റി പറയുന്ന അനേകം കിതാബുകൾ ഉണ്ട്. തിബ്ബുൻ നബവി, മഹാരാജന്മാർക്കുള്ള വലിയ വലിയ പഴയകാലത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാർക്കുള്ള ഒരുപാട് തിബ്ബുൻ നബവികളുണ്ട്. പിന്നെ ഹദീസ് തന്നെ പറയപ്പെടുന്നു 400ഓളം ഹദീസ് ഹെൽത്ത് ആൻഡ് മെഡിസിനെ പറ്റി ഉണ്ട് എന്ന്. ചില തിബ്ബുൻ നബവിൻ്റെ കിതാബുകളിൽ 100ഓളം ഹദീസുകൾ ഉള്ളതായിട്ട് കാണുന്നുമുണ്ട്. നമ്മുടെ സിഹാഹ് സിത്തയിൽ ഏകദേശം കിതാബുകളിൽ ഈ തിബ്ബിൻ്റെ മെഡിസിൻ്റെ ഒരു ബാബ് തന്നെ, ഒരു അധ്യായം തന്നെ അതിലുണ്ട്. ചുരുക്കത്തിൽ ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? നാം നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കണം എന്നാണ്. നാം നമ്മുടേതും നമ്മുടെ മക്കളുടേതും ആരോഗ്യത്തെപ്പറ്റി അത്ര ചിന്തിക്കാറില്ല എന്നുള്ളതിൽ ഖേദമുണ്ട്. കാരണം നമുക്കിവിടെ സുഖകരമായി ജീവിക്കണം, മനസ്സമാധാനത്തോടെ സുഖസുന്ദരമായി ഇവിടെ ജീവിക്കാൻ വേണ്ടി ആരോഗ്യം അത്യാവശ്യമാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ് ആരോഗ്യം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട 2 കാര്യങ്ങൾ, അതിനെപ്പറ്റി മനുഷ്യന്മാർ കൂടുതലും ചിന്തിക്കുന്നില്ല. അത് ഒന്ന് നമ്മുടെ ആരോഗ്യം, മറ്റൊന്ന് ഫ്രീ ടൈം. ഈ 2നെപ്പറ്റിയും നാം ചിന്തിക്കാറേയില്ല. നാം എന്ന് പറഞ്ഞാൽ അധിക പേരും എന്നാണ് അർത്ഥം. ഈ 2 കാര്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, മറ്റൊന്ന് നമ്മുടെ ഫ്രീ ടൈം. ഫ്രീ ടൈമുകളൊക്കെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. നാം ഇന്ന് ഫ്രീ ടൈമുകളൊക്കെ മൊബൈലിലായിട്ട് അനാവശ്യങ്ങളിലായിട്ട് പലരും അതിനെ ചിലവഴിക്കുന്നു. അത് തെറ്റാണ്. അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ വല്ലദീനഹും ഫീ സ്വലാത്തിഹിം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അതായത് അനാവശ്യങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്ന മുസ്ലിം വിജയിച്ചു. നമ്മുടെ കൂടുതൽ ജീവിതവും നാം അനാവശ്യത്തിൽ ചെലവഴിക്കുന്നു. ഒരിക്കലും അനാവശ്യത്തിൽ ചെലവഴിക്കരുത്. അവർ വിജയിച്ച മുഅ്മിനല്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കിവിടെ നന്നായി ജീവിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വളരെ എക്സ്പെർട്ടായ ഒരു ഡോക്ടർ പാരിതോഷികമായി അയക്കപ്പെട്ടപ്പോൾ ഡോക്ടർ ഒരുപാട് കാലം വളരെ സൗകര്യത്തോടെ അവിടെ ജീവിച്ചുവെങ്കിലും ഒരു വ്യക്തി പോലും സഹാബാക്കളിൽ നിന്ന് മരുന്നിൻ്റെ ആവശ്യത്തിനായി അദ്ദേഹത്തെ സമീപിച്ചില്ല. അദ്ദേഹം ലാസ്റ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത്, എൻ്റെ അടുത്ത് ആരും വരുന്നില്ല,
അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എൻ്റെ സഹാബാക്കളിൽ ആർക്കും രോഗമില്ല. എന്തുകൊണ്ട് എന്നാൽ അവര് ഒരിക്കലും വയറ് നിറയെ ഭക്ഷണം കഴിക്കൂല, വിശന്നാൽ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നാണ്. പിന്നീട് കിസ്ര രാജാവ് പഴയകാലത്ത് ലോകത്തിൽ അതിവിദഗ്ധരായ 4 ഡോക്ടറെ വരുത്തുകയും അവരിൽ ഓരോ നാളെടുത്തും എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നുകളെപ്പറ്റി ആരാഞ്ഞപ്പോൾ ഓരോന്നാളും ഓരോന്ന് മരുന്നുകളെപ്പറ്റി പറഞ്ഞു. അതിൽ ആ കൂട്ടത്തിൽ അതിവിദഗ്ധനായ ഡോക്ടർ, ഒരു സുഡാൻകാരനായ ഡോക്ടർ, അദ്ദേഹം പറഞ്ഞത് എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക, വിശന്നാൽ മാത്രമേ കഴിക്കുക എന്ന് പറഞ്ഞാൽ കഴിച്ച ഭക്ഷണം ദഹിച്ചാൽ മാത്രമേ കഴിക്കുക, എന്നാൽ പിന്നെ രോഗം ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും രോഗങ്ങൾ കുന്നുകൂടുന്നത്. അതുകൊണ്ട് നാം പ്രത്യേകം അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.